കേരളത്തിലെ 55 ലക്ഷം ആളുകൾക്ക് മാസം 1400 രൂപ കൊടുക്കുകയാണ് ഈ ഗവൺമെന്റ്. 1400 രൂപ കൊടുക്കുകയാണ്. UDF ഗവൺമെന്റിന്റെ കാലത്ത് 10 പൈസ കിട്ടിയിരുന്നില്ല. അന്ന് 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നു. അത് കടലാസിലേ ഉള്ളൂ, കുടിശ്ശികയായിരുന്നു. 17 മുതൽ 24 മാസം വരെ കുടിശ്ശിക. ഈ ഗവൺമെന്റ് ആ കുടിശ്ശിക കൊടുത്തു. അത് 1400 വർദ്ധിപ്പിച്ചു. 32 ലക്ഷം പേർക്കുണ്ടായിരുന്ന പെൻഷൻ 55 ലക്ഷമായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചാൽ മനസ്സിലാവില്ലേ? മാസം തോറും ഭക്ഷ്യധാന്യ കിറ്റ്, സൗജന്യ കിറ്റ് കിട്ടുകയാണ്. ക്രിസ്മസ് കിറ്റ് ഇപ്പൊ വരികയാണ്. ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഈ കൊറോണ കാലത്ത് ആരും പട്ടിണി കിടക്കരുതെന്ന ജാഗ്രതയോടെ ഈ സർക്കാർ പ്രവർത്തിക്കുകയല്ലേ? സ്കൂളുകൾ പോയി നോക്കൂ. സ്കൂളുകളിലുള്ള മാറ്റം ആദ്യം തിരിച്ചറിയുന്ന രക്ഷിതാക്കളാണ്. ഈ 4 വർഷത്തിനിടയിൽ 5 ലക്ഷം കുട്ടികൾ അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ നിന്ന് TC വാങ്ങി ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നു. ചെറിയ മാറ്റമാണോ? കേരളത്തിലെ എല്ലാ PHSCകളും ഫാമിലി ഹെൽത്ത് സെന്ററുകളായി മാറി എന്ന് പറഞ്ഞാൽ 3 ഡോക്ടർമാരുടെ മിനിമം 3 ഡോക്ടർമാരുടെ സേവനം ആ ആശുപത്രികളിൽ, പഴയ നമ്മുടെ PHSCകളിൽ ഇപ്പോൾ ഉണ്ട്. ദിവസം മുഴുവൻ OP ഉണ്ട്. ഈ മാറ്റം എല്ലാ മേഖലയിലും വരികയാണ്. ആ മാറ്റമാണ്, ആ വളർച്ചയാണ്, ഈ ഗവൺമെന്റിന്റെ നേട്ടമാണ് ഞങ്ങളുടെ മൂലധനം.